നമസ്കാരം. ഇന്നലെ കൊട്ടാരക്കരയിൽ നടന്ന അപകടം നമ്മളെല്ലാവരും അറിഞ്ഞാണ്. റോഡരികിൽ ബസ് കാത്തു നിന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ടിപ്പർ ലോറി പാഞ്ഞു കയറി 3 പേർ അവിടെ തന്നെ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക് പറ്റി. ഇതേക്കുറിച്ച് ഒരുപാട് വിശകലനങ്ങളും മറ്റും ഒരുപാട് വിദഗ്ധന്മാർ പത്രങ്ങളിലൊക്കെ എഴുതി നമ്മൾ വായിച്ചതാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആൾക്കാർക്കും ബോധമില്ല. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിക്കും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റില്ല ഞാൻ പോയ പോലെ തിരിച്ചു വരുമെന്ന്. ഇന്നലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം. 12ഓളം ആൾക്കാർ ആ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. സ്കൂളിൽ പോകാനുള്ള കുട്ടികൾ, അതേപോലെ തന്നെ മറ്റ് ചില ആൾക്കാരൊക്കെ അവിടെ നിൽക്കുകയാണ്. അവർ രാവിലെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അതിനുവേണ്ടി അവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്നും യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല. അങ്ങനെ നിന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് അപ്രതീക്ഷിതമായിട്ട് അശനിപാതം പോലെ ഒരു ടിപ്പർ പാഞ്ഞു കയറുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടും നമ്മൾ യഥാർത്ഥത്തിൽ വളരെയധികം അലസതയോടുകൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. നമ്മൾ കരുതുന്നത് നമുക്കിത് പറ്റില്ല എന്നുള്ളതാണ്. ഇന്നലെ അവിടെ റോഡിൽ നിന്ന ആൾക്കാരും അങ്ങനെ തന്നെ ചിന്തിച്ച് ജീവിച്ചവരാണ്. അപകടത്തിൽ പെട്ട് മരിക്കുകയും പരിക്ക് പറ്റുകയും ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ അത് സംഭവിക്കുന്ന നിമിഷം വരെ ചിന്തിക്കുന്നത് എനിക്കത് പറ്റില്ല. ഈ അപകടം എന്ന് പറയുന്നത് വേറെ ആർക്കോ മാത്രം പറ്റുന്ന ഒന്നാണ്, അത് എനിക്കും പറ്റുന്ന ഒന്നാണ് എന്നുള്ള ചിന്ത ഇവർക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ ഭീകരമായ അവസ്ഥ, റോഡുകൾ കുരുതിക്കളങ്ങളായിട്ട് മാറുന്ന അവസ്ഥ, സധൈര്യം യാത്ര ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥ, ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ഇപ്പോൾ പുതിയതായിട്ട് അധികാരത്തിൽ കയറിയ സർക്കാരെങ്കിലും ഒന്ന് ചിന്തിക്കും എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകൾ കുരുതിക്കളങ്ങളാകുന്നത് എന്നതിൻ്റെ മൂലകാരണം നമ്മൾ കണ്ടെത്തണം. ഇവിടെ അപകടങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ള നമ്മൾ കാണുന്നുണ്ട്. ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഗുണമുണ്ടാകാത്തത്? രോഗം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ചികിത്സ കൊടുത്തെങ്കിൽ മാത്രമേ ആ രോഗം മാറുകയുള്ളൂ. ആദ്യം രോഗം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തണം. എന്നിട്ട് അത് പരിഹരിക്കാനുള്ള കൃത്യമായ ചികിത്സയും കൊടുക്കണം. നമ്മുടെ റോഡിൽ ഇത്തരം അപകടങ്ങൾ നടക്കുന്നതിൻ്റെ മൂലകാരണം എന്താണ്? മൂലകാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ അഹങ്കാരവും അശ്രദ്ധയും നിറഞ്ഞ ഡ്രൈവിങ്, അതേപോലെ തന്നെ അപകടങ്ങളെക്കുറിച്ച് ബോധമില്ലാതെയുള്ള ഡ്രൈവിങ്. ഇതാണ് അതിൻ്റെ മൂലകാരണം. ബാക്കി എല്ലാ കാരണങ്ങളും സെക്കൻഡറിയാണ്. പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഡ്രൈവിംഗ് കൾച്ചർ തന്നെയാണ്. റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു വാഹനവുമായിട്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളടക്കം ഭൂരിപക്ഷം ആൾക്കാരും വളരെ വലിയ അഹങ്കാരികളായിട്ട് മാറുകയാണ്. പിന്നീട് റോഡിൽ അവർ മാത്രമേ ഉള്ളൂ എന്ന തരത്തിലാണ് അവരുടെ സഞ്ചാരം. ഒരു സ്കൂട്ടറിൻ്റെ ഹാൻഡിലോ ബൈക്കിൻ്റെ ഹാൻഡിലോ ഒരു സ്റ്റിയറിങ്ങോ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലാണ് ഇവരുടെ യാത്ര. തങ്ങൾക്കോ തങ്ങൾ മൂലം മറ്റുള്ളവർക്കോ അപകടമുണ്ടാകാം എന്ന ഒരു ബോധമേ ഇവർക്കില്ല. അത്രയ്ക്ക് അശ്രദ്ധയോടെയും അഹങ്കാരത്തോടെയും അപകടബോധമില്ലാതെയുമാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആൾക്കാർ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അപകടമുണ്ടാകുന്നതിൻ്റെ കാരണം തേടി എങ്ങും പോകേണ്ട കാര്യമില്ല. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്. ബോധമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവർക്ക് ശരിയായ രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാം. പക്ഷേ അങ്ങനെയുള്ളവർ കുറവാണ്. ഭൂരിപക്ഷത്തിനും ബോധമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഭൂരിപക്ഷം ബോധമില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ബോധമുണ്ടാക്കി കൊടുക്കാം എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പരിഹാരം. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാ കമ്പനികളും എല്ലാ സ്ഥാപനങ്ങളും മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടുന്നത് പരസ്യങ്ങൾ വഴിയാണ്. പരസ്യങ്ങളിലൂടെയാണ് നമ്മൾ പലതും അറിയുന്നത്. അതേ മാർഗം മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കണം. നിങ്ങൾ നല്ല ക്യാച്ചായിട്ടുള്ള അപകടത്തെക്കുറിച്ചുള്ള പരസ്യങ്ങൾ ഉണ്ടാക്കണം. അത് ആൾക്കാർ കൂടുതലായിട്ട് കാണുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അങ്ങനെ ഇടങ്ങളിലൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് കാണുന്ന വീഡിയോകൾക്കെല്ലാം തുടക്കത്തിൽ ഈ പരസ്യങ്ങൾ കാണിക്കണം. സിനിമകൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ പരസ്യം കാണിക്കണം. ഏതെല്ലാം വിധത്തിൽ ഈ പരസ്യം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മളത് എത്തിക്കണം. പരസ്യങ്ങൾ റോഡ് അപകടങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കണം. ഇതിന് നമുക്ക് സിനിമാ നടന്മാരെയും നടിമാരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാശ് മേടിക്കാതെ വന്ന് കാര്യങ്ങൾ പറയും. അതുകൂടാതെ നല്ലപോലെ പരസ്യം ഉണ്ടാക്കാൻ പറ്റുന്ന പരസ്യ കമ്പനികൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ക്യാച്ചിയായിട്ടുള്ള പരസ്യങ്ങൾ അവർ ഉണ്ടാക്കുകയും അത് കാണുന്ന ആളുടെ മനസ്സിൽ റോഡ് അപകടത്തെക്കുറിച്ച്, അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് എത്ര ഭീകരമാണ്, എത്ര വലിയ ദുരന്തമാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അപ്പോൾ അത് ഏത് തരത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഈ പരസ്യം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ
നമ്മൾ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഒരു കൂട്ടം എല്ലും കഷ്ണങ്ങളായിട്ട് മാറുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടിക്കൽ മൂലം മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന നിയമപ്രശ്നങ്ങൾ മുതലായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള പരസ്യങ്ങൾ തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വന്നാൽ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, ഒരുപാട് ആൾക്കാർക്ക് അതുമൂലം ബോധമുണ്ടാകും. മറ്റേതൊരു വഴിയിലൂടെ നമ്മൾ പറഞ്ഞാലും ശരി, അവരുടെ തലയിലേക്ക് അത് കയറില്ല. പക്ഷേ പരസ്യങ്ങൾക്ക് വളരെ വേഗം ആൾക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും. ഒരു കാശിനെ കൊള്ളാത്ത സാധനങ്ങൾ പോലും പരസ്യങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ കയറി കൂടുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന ഇത്തരം പരസ്യങ്ങൾ എത്ര ഈസിയായിട്ട് അവരുടെ മനസ്സിൽ കയറിക്കൂടും. മറ്റേതെല്ലാം മാർഗത്തിൽ കൂടി നമുക്കിവരെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്യണം. അതായത് ഇപ്പോൾ പള്ളിയിൽ പോകുന്ന ആൾക്കാരോട്, പള്ളിയിലെ പുരോഹിതന് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ്, അമ്പലത്തിൽ, അതുപോലെ തന്നെ മോസ്കിൽ പോകുന്ന ആൾക്കാർ, സ്കൂളുകളിൽ, കോളേജുകളിൽ, അങ്ങനെ ആൾക്കാർ കൂടുന്ന എല്ലായിടത്തും ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇടയ്ക്കിടെ ക്ലാസ്സുകൾ എടുക്കണം. വലിയ നീണ്ട ക്ലാസ്സൊന്നും വേണ്ട, 2 മിനിറ്റ് 3 മിനിറ്റ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്ന ഒരു അപകടത്തെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുമെന്നും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഉണ്ടാക്കുന്നതുമൊക്കെ നമ്മുടെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നാൽ ആ ചിന്ത പിന്നെ അവരെ നയിച്ചോളും. അപ്പോൾ ആ ചിന്ത അവർക്ക് ഇട്ട് കൊടുക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തേത്, അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരിൽ നിന്നും പിഴ ഈടാക്കണം. 5000-ലോ 10,000-ലോ കുറഞ്ഞുള്ള പിഴയില്ല. കുറഞ്ഞത് 5000 രൂപ, കൂടിയത് 20,000 ആയാലും 25,000 ആയാലും കുഴപ്പമില്ല. കാരണം മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന ഒന്നാണ് ഈ അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അശ്രദ്ധമായിട്ടും അമിത വേഗത്തിലും വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സേവനം തേടുക എന്നത് തന്നെയാണ്. ഗവൺമെൻറ് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാക്കിയിട്ട് നമ്പറിലേക്ക് ജനങ്ങളോട് പറയാം, നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും വാഹനം അശ്രദ്ധമായിട്ട് അമിത വേഗത്തിൽ അപകടമുണ്ടാക്കുന്ന തരത്തിൽ പോകുന്നത് കണ്ടാൽ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അയച്ചു തരിക, ലൊക്കേഷൻ അയച്ചു തരിക. ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന ആളിൻ്റെ വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയും ഇവരയച്ചു തരുന്ന ഇൻഫർമേഷൻ മോട്ടോർ വാഹന വകുപ്പ് പിന്നീട് പരിശോധിക്കുകയും ആ വാഹനം അത്തരത്തിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒന്നാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ വിളിച്ച് എവിഡൻസ് സഹിതം പിഴ ഈടാക്കണം. അങ്ങനെ പിഴ ഈടാക്കുമ്പോൾ ഏത് വ്യക്തിയാണോ അതിനെക്കുറിച്ച് ഇൻഫോം ചെയ്തത് ആ വ്യക്തിക്ക് ആ പിഴത്തുകയുടെ 30% കൊടുക്കണം. അതായത് 10,000 രൂപ നിങ്ങൾ ഒരു വണ്ടിക്കാരനിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ അതിന് 30%, 3,000 രൂപ ഇൻഫോം ചെയ്ത ആൾക്ക് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രോത്സാഹനമുണ്ടാകും. അതുപോലെ തന്നെ ഡാഷ് ക്യാമറ ഉള്ള വാഹനങ്ങൾക്ക് വളരെ ഈസിയായിട്ട് അശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ പറ്റും. ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ തന്നെ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്തരക്കാരെ കണ്ടെത്താനും പിഴ ഈടാക്കാനും, പിഴ ഈടാക്കുന്നതിലൂടെ നിങ്ങൾ പരസ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പണം കണ്ടെത്താനും ഒക്കെ സാധിക്കും. ഇങ്ങനെ സ്ഥിരമായിട്ട് തങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധം തന്നെ വന്നാൽ, ഒപ്പം തന്നെ പിടികൂടിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് ഭീമമായ തുകയാണ് എന്നുള്ളൊരു ബോധം വന്നാൽ താനെ എല്ലാവരുടെയും ഡ്രൈവിംഗ് കൾച്ചർ ശരിയാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ടിപ്പർ ലോറിക്കാരോ പ്രൈവറ്റ് ബസ്സുകാരോ KSRTCക്കാരോ മാത്രമല്ല, സൈക്കിൾ ചവിട്ടുന്നവർ തൊട്ട് സ്കൂട്ടർ ഓടിക്കുന്നവർ, ബൈക്ക് ഓടിക്കുന്നവർ, കാർ ഓടിക്കുന്നവർ, എല്ലാ വാഹനവും, ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ ചെറിയ ഗുഡ്സ് കാരിയറുകൾ, ഇവരെല്ലാം തന്നെ വളരെയധികം അശ്രദ്ധമായിട്ടും അപകടമുണ്ടാക്കുന്ന തരത്തിലും തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. സ്ത്രീകൾ പോലും സ്കൂട്ടറുകളിൽ പോകുന്നത് അങ്ങേയറ്റം അശ്രദ്ധമായിട്ടാണ്. റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് അങ്ങ് വാനോളമാണ്. മറ്റൊരു വണ്ടിയുടെയും പിന്നിൽ പോകുന്നവർക്ക് ഇഷ്ടമല്ല, ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്ന ഇഷ്ടമല്ല, ഒരു വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഇഷ്ടമല്ല, ഒരു വണ്ടി കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ കടത്തിവിടാതിരിക്കുക. വളരെയധികം അക്ഷമയും അഹങ്കാരവും അശ്രദ്ധയും അപകടത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയും എല്ലാം ഒന്നിച്ചു ചേർന്നിട്ടാണ് പല ആൾക്കാരും നമ്മുടെ റോഡിൽ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാനീ പറഞ്ഞതുപോലെ ഇവർക്ക് ഇവരുടെ ഡ്രൈവിംഗ് കൾച്ചറിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട്, അപകടങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടാകാനായിട്ട് പരസ്യങ്ങൾ, 2 ഇത്തരക്കാരെ കണ്ടെത്താനായിട്ടുള്ള പൊതുജനങ്ങളുടെ സഹായം തേടി അവരെ കണ്ടെത്തി നല്ല ഭീമമായിട്ടുള്ള പിഴ തന്നെ നൽകുന്ന രീതി, ഇത് രണ്ടും നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾക്ക് ഗണ്യമായ കുറവുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കാൻ പറ്റും. താങ്ക് യു.